back to Mind Over Matter with Lex by Nix Mojo. നമ്മുടെ 2024 കഴിയാൻ പോവുകയാണ്. 2024 നിക്സ് മോജിയുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നാളെ പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ തുടക്കം തന്നെ എല്ലാവർക്കും വിഷിങ് എ ഹാപ്പി ന്യൂ ഇയർ. വരുന്ന വർഷം 2025 എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും സന്തോഷവും നന്മയും ആരോഗ്യവും എല്ലാം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും വേണ്ടി എല്ലാവർക്കുമായിട്ടൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. ഈ 2024 എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും ഒരുപാട് ലെസൺസ് തന്ന ഒരു വർഷമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടിയ വർഷമാണ് 2024. അപ്പോൾ അതിൽ നിന്നുമൊക്കെ നമുക്ക് 2025 കൊണ്ടുപോകാൻ പറ്റിയ പാഠങ്ങളും ഉണ്ട്, കൊണ്ടുപോകാൻ പാടില്ലാത്ത പാഠങ്ങളുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ ഒരു വർഷം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കലണ്ടർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ സെയിമാണ്, നമ്മുടെ ചുറ്റുമുള്ളവർ സെയിമാണ്, നമ്മൾ ചെയ്യുന്ന ജോബ് സെയിമാണ്, എല്ലാം സെയിം ആയിരിക്കും. ജസ്റ്റ് ഒരു കലണ്ടർ മാത്രമേ അവിടെ ഡിഫറൻസ് ആവുന്നുള്ളൂ. ഒരുപാട് പേര് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷ തരുന്ന വർഷമായിരിക്കാം ഏതൊരു വർഷം തുടങ്ങുമ്പോഴും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അന്വർത്ഥമാക്കേണ്ട ഒരു വർഷമാക്കി മാറ്റിയെടുക്കുക. അതായത് പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ 2024 എക്സ്പീരിയൻസ് ചെയ്ത ലെസൺസ് വെച്ചിട്ട് കൊണ്ടുപോകാവുന്നത് ഏത്, കൊണ്ടുപോകാൻ പാടില്ലാത്തത് ഏത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം എക്സ്പീരിയൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ ഒരുപാട് അങ്ങ് ആരെയും വിശ്വസിക്കാണ്ടിരിക്കുക. മനസ്സിലായില്ല? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണെന്ന് വെച്ചോളൂ, ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എപ്പോഴും പോസിറ്റീവ്സ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കരുത്. ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി എപ്പോൾ വേണം ഉണ്ടായേക്കാം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വെച്ച്, ആ തോട്ട് മൈൻഡിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പെട്ടെന്ന് അവരിൽ നിന്നൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് ആരെയും ഒരു ലെവൽ കഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക. ഒരു പരിധിയിൽ കവിഞ്ഞ് ഒന്നും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും വിശ്വസിച്ച് പറയാതിരിക്കുക. നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു തിരിച്ചടി ആവാനുള്ള ഒരു ചാൻസ് ആയിട്ട് മാറാം. ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു വ്യക്തിയും വിശ്വസിക്കാതിരിക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉള്ളിടത്തോളം കാലം അതെപ്പോഴായാലും നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. ഇപ്പം ഏതൊരു വ്യക്തി എടുത്താലും പല കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ജോബിന് വേണ്ടി ട്രൈ ചെയ്ത് വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കേണ്ടി വരും. എന്താ ജോലിക്ക് പോകാതിരിക്കുന്നത്, ഇത്രയും പ്രായമായില്ലെന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരത് പറഞ്ഞല്ലോ, അതുകൊണ്ടും ഇതിവിടെ വെച്ച് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, ഗീവ് അപ്പ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കാതിരിക്കുക. പക്ഷേ പ്രതീക്ഷകൾ കൊണ്ട് മാത്രം ജീവിക്കാൻ നിൽക്കരുത് ഒരു പരിധി വരെ. കാരണം നിങ്ങൾക്ക് അതിൽ സക്സസ് ആവുമെന്ന് ഒരു 50% എങ്കിലും ആ ഒരു കാര്യം നടക്കുമെന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ ജോബിനായിക്കോട്ടെ, ഏത് കാര്യത്തിനായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ ഒരു ബിലീഫ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതാണ് ഈ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യം. അതായത് അതെപ്പോഴും ഉണ്ടായിരിക്കുക. നമ്മുടെ സ്വന്തം സെൽഫ് ലവ് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും ഒരു ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് സ്പ്രെഡ് റോങ് തിങ്സ് അബൌട്ട് എനിവൺ. ഇപ്പം നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമില്ല, ഓക്കെ, ഇഷ്ടമില്ല, അത് മാറ്റി വെച്ചേക്കുക. ഇഷ്ടമില്ല എന്ന് കരുതി ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക. അതൊരു ബാഡ് ക്വാളിറ്റിയാണ്. ആ വ്യക്തി ചെയ്യാത്ത കാര്യങ്ങൾ, ആ വ്യക്തിയെക്കുറിച്ച് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞു പരത്താതിരിക്കുക. അങ്ങനെ പറഞ്ഞു പരത്തുന്നതിലൂടെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് അവിടെ നശിപ്പിക്കുന്നത്. നിങ്ങളിൽ നെഗറ്റീവ് എനർജി കയറുകയും നിങ്ങൾ അവിടെ ഒരു ബേർഡ് പേഴ്സണായിട്ട് മാറുകയും മാത്രമല്ല നിങ്ങളുടെ കൾച്ചറിനെയും പേഴ്സണാലിറ്റിയാണ് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ല, ഓക്കെ, ദെൻ ലീവ് ദം. എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റില്ല, ഓക്കെ, സ്നേഹിക്കേണ്ടെങ്കിൽ എന്താ, ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും ചുമ്മാ കുറ്റങ്ങളും എല്ലാം മറ്റുള്ളവരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തുക. കാരണം അതിപ്പോൾ നാളെ ഒരു സമയം അത് എന്താ പറയുക, അതൊന്നും റിയൽ അല്ല എന്ന് തെളിവായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവരുടെ ഫ്രണ്ടിൽ വീണ്ടും ഒരു കൊമേഡിയനായിട്ട് മാറേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് എല്ലാവർക്കും കാണും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റ് കീപ് ക്വയറ്റ്, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചുമ്മാ കിടന്ന് ബ്ലാ 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 അടിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ നിർത്താൻ നോക്കുക. വരുന്ന വർഷമെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി
സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുത്തി ഒരു പോസിറ്റീവ് ലൈഫോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ. 4th പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ഗീവ് മോർ ചാൻസസ് ടു റോങ് പേഴ്സൺ. അതായത് നമുക്ക് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു നെഗറ്റീവ് അപ്രോച്ച് എന്തെങ്കിലും നടത്തിയെന്ന് വെച്ചോളൂ, നമ്മൾ ഒരിക്കൽ ക്ഷമിച്ചു, 2 തവണ ക്ഷമിച്ചു, ഒരു 3-4 തവണ നമ്മളുടെ ക്ഷമ അനുസരിച്ച് നമ്മൾ ക്ഷമിച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ ആ ക്ഷമിക്കും തോറും നമ്മൾ വീണ്ടും ആ വ്യക്തി ആ നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തിയെ നമ്മുടെ ലൈഫിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ടൈമായി. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് എന്ത് വന്നാലും ക്ഷമിച്ച് നമ്മൾ ഭൂമിയോളം ക്ഷമിച്ച് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന തെറ്റാണ്. കാരണം നിങ്ങളൊരു റോങ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. അപ്പോൾ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തി ശരിയാവില്ല, ആ വ്യക്തി നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ല, ആ വ്യക്തി നിങ്ങൾക്ക് പറ്റി സ്യൂട്ടായിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള വ്യക്തികളെ ഇനിയും വരുന്ന വർഷങ്ങളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കുറച്ച് ചാൻസ് കൊടുക്കുമ്പോൾ അയാൾ ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇനി ചാൻസ് കൊടുക്കാണ്ടിരിക്കുക, ജസ്റ്റ് ലീവ് ദം. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ ഇരിക്കും തോറും നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റിവിറ്റി, ദാറ്റ് മീൻസ് ഒരു ഡാർക്ക്നെസ് നമുക്ക് സ്പ്രെഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അവർ കൂടെ ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്ലൂമി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വേറൊരു വേൾഡിലിരിക്കുന്ന ഒരു ഫീലായിരിക്കും. അതല്ലാണ്ട് നല്ല പോസിറ്റിവിറ്റി തരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മളെപ്പോഴും കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നവരായിരിക്കും അല്ലേ. സോ അങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ നിന്ന് വിട്ടേക്ക്. പുതിയ വർഷമെങ്കിലും നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുകൂടാണ്ടിരിക്കാൻ ശ്രമിക്കുക. 5th പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ ഫോക്കസ്ഡ്, മോട്ടിവേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് ടു യുവർ പാഷൻ. ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കും അല്ലേ. അതില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കുമോ? കാണുമായിരിക്കും. അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ജീവിതത്തിനെ കുറിച്ച് ഒരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം, എന്തിനോ വേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത് ആ പാഷനിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അതിനെ മാത്രം കൺട്രോൾ ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് പോവുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഏത് കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. 6th പോയിന്റ് എന്ന് പറയുന്നത് ഫേസ് യുവർ ഫിയർ. നമ്മൾ മിക്കവർക്കും പല പേടികളുണ്ടായിരിക്കാം. ആ പേടിയെ നമ്മൾ നേരിടാൻ ശ്രമിക്കുക. ഞാൻ ഈ ഫേസ് യുവർ ഫിയർ എന്ന് പറയുന്നത് കാരണം നമുക്കിപ്പോൾ സിംഹത്തിനെ പേടിയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ പാമ്പിനെ പേടിയാണെന്ന് വെച്ചോളൂ. പാമ്പ് വരുമ്പോഴോ സിംഹം വരുമ്പോഴോ അവരെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാൻ ഫേസ് ചെയ്യാൻ പോവുക, ഫിയറിന് ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്താണോ നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ അയ്യോ എനിക്കത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റും, എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് നമ്മൾ മിക്കവരും വിചാരിക്കാറുണ്ട്. കാരണം ഒരു ലെസ് കോൺഫിഡൻസ് ആണ്. കാരണം എനിക്ക് ആ ജോബ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സക്സസ് ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു എക്സാമിന് എനിക്ക് വിജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ ഫേസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഒരു എക്സാം ആണെന്ന് വെച്ചോളൂ, അയ്യോ ആ എക്സാം ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, വിട്ടേക്ക്, ഞാനില്ല. പക്ഷെ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ആ ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും വലിയ കുഴപ്പമില്ലല്ലോ, എന്നെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് മൈൻഡിലുണ്ടായിരിക്കുക. അതുകൊണ്ട് എന്താണോ നിങ്ങളുടെ ഉള്ളിലെ ഒരു പേടി ആ പേടിയെ ഓവർകം ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ചിലർക്ക് വണ്ടി പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ പേടി റോഡിലോട്ട് ഇറങ്ങി. കാരണം ഇപ്പോഴും മൊത്തം ഈ ആക്സിഡൻ്റ് ഒക്കെ ആണല്ലോ, വണ്ടി പഠിക്കാൻ പേടിയായിരിക്കും. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം പറ്റുമോ, കാരണം ഒന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കോൺഫിഡൻസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ചിലർക്ക് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി നിൽക്കാൻ ഭയങ്കര ഒരു പേടിയായിരിക്കും, ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ അങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കാരണം മൃഗങ്ങളല്ല, മനുഷ്യരാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മൃഗങ്ങളെക്കാൾ പേടിക്കേണ്ട മനുഷ്യരാണ്, അത് വേറൊരു ഫാക്റ്റ്. പക്ഷേ നമുക്കങ്ങനെ നമ്മളൊന്ന് സോഷ്യലൈസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി, അതായത് ആളുകളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെന്നെ ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരെന്നെ കാണുന്നത്, ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആളുകളുടെ ഇടയിലേക്ക്, ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി സോഷ്യൽ ആവാൻ പതിയെ ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് എന്താണോ ഉള്ളിലെ പേടി, നിങ്ങൾക്ക് ആ പേടി ഓവർകം ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫിയറിനെ എതിർത്ത് നമ്മൾ നിൽക്കുക. മനസ്സിലായില്ല, ആ ഫിയർ എന്താണെങ്കിലും ഓക്കെ ഞാൻ നേരിടാം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക. പിന്നെ 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ യുവർ എബിലിറ്റി. നിങ്ങളിലുള്ള കഴിവിൽ വിശ്വസിക്കുക. അതിപ്പോൾ ആർട്ട് പരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, ഡാൻസ്, പാട്ട്, പിന്നെ കലാപരമായിട്ടുള്ള എന്ത് കഴിവായിരുന്നാലും, അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള കഴിവ്, അങ്ങനെ ഏത് കഴിവ് നിങ്ങൾക്കുണ്ടോ അതിനെ നിങ്ങൾ ഒന്ന് നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലാണ്ട് ഇപ്പം മറ്റൊരാൾ പറഞ്ഞു നിൻ്റെ ആ കഴിവ് ശരിയല്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അവിടെ ഒന്നും ഫെഡപ്പ് ആവാതിരിക്കുക. അവർ പറഞ്ഞാലും നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ ഞാൻ ആ ചെയ്യുന്നതിൽ. അങ്ങനെയുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്തൊന്ന് എടുക്കുക.
അല്ലാതെ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാതെ ഒരിക്കലും നിങ്ങൾ ജീവിക്കരുത്. കാരണം നിങ്ങളുടെ കഴിവാണ് നിങ്ങളെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വരെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ കഴിവിൽ നിങ്ങൾ എപ്പോഴും വിശ്വസിച്ചിരിക്കും. 8th പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം യുവർ പെയിൻ ഇൻ ടു ന്യൂ എക്സ്പീരിയൻസ്. കാരണം ഈ 2024 എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും പല രീതിയിൽ അഫക്റ്റ് ചെയ്തതായിരിക്കാം. ചിലർക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, മോറോവർ വിഷമങ്ങളായിരിക്കാം ചില വ്യക്തികൾക്ക് കൊടുത്തത്. അപ്പോൾ ഈ 2024 കഴിയുമ്പോൾ നമ്മൾ ആ 2025 കാല് വയ്ക്കുന്നത് ആ വിഷമങ്ങളെ കൊണ്ടാവരുത്. ആ വിഷമങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ലെസൺസ് പഠിച്ചെടുത്തിരിക്കണം. ഒരുപാട് പുതിയ അനുഭവങ്ങളുമായിട്ടായിരിക്കണം നമ്മൾ അടുത്ത വർഷത്തിലോട്ട് കാലെടുത്ത് വെക്കേണ്ടത്. ഇതാ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ലേൺ ചെയ്തെടുക്കുകയാണ് അവിടെ, മനസ്സിലായില്ലേ? അതുപോലെ ഏതൊരു കാര്യമായാലും, സന്തോഷപരമായിട്ടുള്ള കാര്യമായാലും സങ്കടപരമായിട്ടുള്ള കാര്യമായാലും, ഏത് കാര്യത്തിൽ നിന്നും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഒരുപാട് വ്യക്തികൾ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിപ്പിച്ച വർഷമായിരിക്കാം. നിങ്ങൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചവരായിരിക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സ് നല്ല ഒരുപാട് നേറി വിഷമിച്ച് നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്ന നിമിഷങ്ങളായിരിക്കാം അത്. പക്ഷേ അത് കഴിയും തോറും, കുറേ നാൾ കഴിയും തോറും നമ്മൾ ആ കേട്ട വാക്കുകളിൽ നിന്നും ആ കേട്ട കുറ്റപ്പെടുത്തലുകളിൽ നിന്നും നമ്മൾ ഒരുപാട് ഊർജ്ജം ഉൾക്കൊണ്ട് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് ലേൺ ചെയ്തെടുത്തിരിക്കണം. അതുകൊണ്ട് വിഷമങ്ങളെ എപ്പോഴും, അതിപ്പോൾ ഏത് വർഷം ആയിക്കോട്ടെ, ഏത് മാസം ആയിക്കോട്ടെ, എപ്പോഴായിരുന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ വിഷമിച്ചാലും നാളെ അത് ആ വിഷമങ്ങളെ നമ്മളൊരു പാഠമാക്കി മാറ്റുക നമ്മുടെ ജീവിതത്തിൽ. ആ പാഠത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുത്തിരിക്കണം, മനസ്സിലായില്ല? അല്ലാതെ ഒരു വിഷമം ഓർത്ത് ജീവിതകാലം മൊത്തം നമ്മൾ കരഞ്ഞോണ്ടിരിക്കാൻ പാടില്ല. മിക്ക ആളുകളും സന്തോഷത്തിൽ നിന്ന് മാത്രമല്ല ദുഃഖത്തിൽ നിന്നായിരിക്കും അവർ ഒരുപാട് സ്ട്രോങ് ആവുന്നത്, കുറച്ചുകൂടെ മെച്ചുവേർഡ് ആവുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് വിഷമങ്ങളുണ്ടായാലും ഫേസ് ചെയ്യുക, ഫേസ് ചെയ്തിട്ട് അതിനെ ഒരു ലെസണായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ 9th പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് ബൗണ്ടറീസ്. നമുക്ക് ഏതൊരു കാര്യത്തിൽ നമ്മളൊരു ബൗണ്ടറി വയ്ക്കുക. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു ബൗണ്ടറി ഇടുക. കാരണം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫ്രീഡം ആർക്കും കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ ലൈഫിൽ ഓവറായിട്ട് ഫ്രീഡം കൊടുക്കും തോറും നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നു എന്നാണ് അർത്ഥം. അതിപ്പോൾ വർക്ക് പ്ലേസിലായിരുന്നാലും സോഷ്യൽ ലൈഫിലായിരുന്നാലും ഫാമിലി ലൈഫിലായിരുന്നാലും ഏത് കാര്യത്തിലും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ബൗണ്ടറി ഇട്ട് കൊടുക്കുക. ആ ബൗണ്ടറി ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ഫ്യൂച്ചറിൽ ആർക്കാണോ ആ ഫ്രീഡം കൊടുക്കുന്നത് അവർ തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സെറ്റിംഗ് ബൗണ്ടറീസ് ഓൾവേസ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പ്രെഡ് ലവ് ആൻഡ് കൈൻഡ്നെസ് ആൻഡ് കീപ് സ്മൈലിംഗ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. നമുക്കങ്ങനെ പറ്റത്തില്ല. കാരണം നമുക്കെതിരെ നമ്മളെ നശിച്ച് കാണണം, നമ്മൾ ദ്രോഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. പക്ഷെ കഴിവതും എല്ലാ പ്രോബ്ലത്തിൽ നിന്നും ഒതുങ്ങി മാറി നടക്കാൻ നോക്കുക. ഇപ്പോൾ എത്ര ദുഷ്ടരായിരുന്നാലും എത്ര ഇതാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നമ്മളോട് സ്നേഹമുള്ളവർക്ക് നമ്മൾ സ്നേഹം വാരി കോരി കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഓൾവേസ് എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴുള്ള പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ചിരിയിൽ നമുക്കത് ഫെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു സ്മൈലിംഗ് ഫേസോടെ നടക്കാൻ നോക്കുക. അത് നമുക്ക് പേഴ്സണലായിട്ട് നമുക്കൊരു ഒരു പോസിറ്റിവിറ്റിയും കാണുന്നവർക്കും, അതായത് നമ്മളെ കാണുന്നവർക്കും കൂടെ അതൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ മാക്സിമം കൈൻഡ് ആയിരിക്കും എല്ലാവരുടെ അടുത്തും. എനിക്ക് ഇത്രയും പണമുണ്ട്, ഞാനാണ് ഈ ലോകത്തിലെ വലിയവൻ എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ നിന്ന് മാറ്റി. സത്യം എന്താണെന്ന് വെച്ചാൽ പണം ആവശ്യമാണ് ജീവിക്കാൻ. പക്ഷേ ആ പണം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. ഓൾവേസ് ബി കൈൻഡ്, എപ്പോഴും കൈൻഡ് ആയിരിക്കുക. അടുത്ത് നിനക്ക് കുറേ പണമില്ലേ, നീ പോയി ദാനം ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് അവരുടെ പേഴ്സണൽ മാറ്റർ. കാരണം അവർക്ക് ദാനം ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം. അതുകൊണ്ട് ഓൾവേസ് ബി കൈൻഡ്, എപ്പോഴും ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി അവരെയൊന്നും കുറ്റം പറയാതെയൊക്കെ ജീവിക്കാൻ പഠിക്കുക. കാരണം എപ്പോഴാണ് എന്താ മനുഷ്യന് സംഭവിക്കുക എന്ന് ലോകത്ത് ഒരു മനുഷ്യർക്കും അറിയില്ല. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം, മരിച്ചതിന് ശേഷവും നിങ്ങളെ ഒരു വ്യക്തി ഭ്രാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഓൾവേസ് ഗുഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ 2024 കഴിയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് 2024 നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പുതുവർഷത്തിലോട്ട് കടക്കുമ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ ഇനിയും വരാണ്ട് നോക്കുക. ഒരാളെ സ്നേഹിച്ചിട്ട് വഞ്ചന കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പോകുമ്പോൾ അങ്ങനെയുള്ള വഞ്ചനകൾ ഏറ്റുവാങ്ങാതിരിക്കുക. ഇപ്പം നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എക്സ്പോസ് ചെയ്യാം. പക്ഷേ പ്രൈവസി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ
ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എക്സ്പോസ് ചെയ്തു. അത് ഓൾവേസ് ബി ക്വൈറ്റ്. ഓക്കെ, ഈ 2025 നല്ല എപ്പോഴും നമ്മൾ എന്താ പറയുക, കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കുക എല്ലാ കാര്യത്തിലും. കാരണം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ് നമുക്ക് ശത്രുക്കളായിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് എപ്പോഴും ഒന്ന് അലേർട്ടായിരിക്കുക എല്ലാ കാര്യത്തിലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നിക്സ് മോജയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അല്ലാണ്ട് ഈ വീഡിയോ കാണുന്നവർക്കും ഒരു നല്ല കിടിലം വർഷമായിരിക്കട്ടെ ഇനി വരുന്നതെന്ന് വിഷ് ചെയ്യുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ലവ് യു ഓൾ.